ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് ഒരുപാട് ആളുകളെ ഉള്ള സംശയമാണ്, അതായത് 2025 UC വണ്ടി എടുക്കുന്നത് വെർത്താണോ എന്നുള്ളത്. അപ്പോൾ സംശയത്തിന് അടിസ്ഥാനമുണ്ട്. കാരണം ഡിസ്കണ്ടിന്യൂഡ് മോഡലാണ് വണ്ടി, പൂർണ്ണമായിട്ട് UC എഞ്ചിൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വന്ന് പുതിയ വണ്ടികളും പുതിയ ടെക്നോളജിയും ഉള്ള വണ്ടികളാണ് ഇപ്പോൾ കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണ്, റോയൽ എൻഫീൽഡിൻ്റെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിലും കൂടെ ഇപ്പോൾ 2009 നിർത്തിയിട്ടുള്ളതാണ് പിന്നെ CNG സ്റ്റാൻഡേർഡ്. CNGൻ്റെ പൂർണ്ണമായി 2009 നിർത്തി 2025 അതിൻ്റെ സ്പെയർ അവൈലബിൾ ആണെന്നുള്ളതാണ്. പിന്നെ ലോകത്ത് ബുള്ളറ്റ് എന്ന ഒരേ പിന്നെ നെയിമിൽ വാഹനം തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന വാഹനവും റോയൽ എൻഫീൽഡിന് മാത്രം അവകാശപ്പെട്ടുള്ളതാണ്. പിന്നെ റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം സ്പെയറിൻ്റെ കാര്യത്തിൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അതായത് നമുക്ക് പഴയ വണ്ടികളാണെങ്കിലും ഏതൊരു വണ്ടികളാണെങ്കിലും ഒരു സ്പെയർ പാർട്സ് ഒക്കെ അവൈലബിൾ ആണ്. കോമൺ ആയിട്ട് എല്ലാ വണ്ടിയും സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ബ്രാൻഡിന്റെ മാതിരിയെല്ലാം നിർത്തിപ്പോയി കഴിഞ്ഞാൽ സ്പെയർ പാർട്സ് കിട്ടില്ല, അതിന് ബുദ്ധിമുട്ടായി വണ്ടി മൂല്യമാണ് പ്രശ്നങ്ങൾ റോയൽ എൻഫീൽഡിനെ കൊടുത്തപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷ. കാരണം UC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വൈഡായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും റോയൽ എൻഫീൽഡ് ഇതൊരു ബിസിനസ്സാണ്. റോയൽ എൻഫീൽഡ് ഒരിക്കലും സ്പെയർ പാർട്ട് സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പിന്നെ മനസ്സിൽ ചിന്തിക്കാനൊരു കഴിയില്ല എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രക്കും വൈഡായിട്ട് സ്പെയർ സപ്പോർട്ട് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഭാവിയിലും ഉണ്ടാവും. അപ്പം നമ്മളൊരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ എത്രത്തോളം വർഷം ഉപയോഗിക്കും അത്. ഇനിയും എൻ്റെ അഭിപ്രായത്തിൽ 10-15 വർഷമൊക്കെ സുഖമായിട്ട് നമുക്ക് UC എഞ്ചിൻ്റെ സ്പെയർ കിട്ടും എന്ന് തന്നെ എൻ്റെ വിശ്വാസം. കാരണം അതിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുകയാണ്, അതാണ് നമ്മളൊരു എക്സ്പീരിയൻസ്. പിന്നെ ഇത് BS4 വണ്ടിയാണ്. BS4 2018 നോൺ ABS വണ്ടിയാണ്. അപ്പം ഇത് വെർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് എന്ന വാഹനം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ്. അതിനുള്ള കാരണം റോയൽ എൻഫീൽഡിന്റെ റെട്രോ സ്റ്റൈൽ പൂർണ്ണമായിട്ട് കീപ്പ് ചെയ്തിറങ്ങിയ വണ്ടി എന്നുള്ളതിനാണ്. ബുള്ളറ്റ് എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും സെൽഫ് സ്റ്റാർട്ടിൻ്റെ അഭാവമാണ്. അതും BS6 വണ്ടി ES അതിൽ പൂർണ്ണമായിട്ടും അതൊരു ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഡിസ്കണ്ടിന്യൂഡിന്റെ തൊട്ട് മുന്നായിട്ട് കുറച്ച് വണ്ടികൾ അവർ ഇറക്കിയിട്ടുണ്ട് BS6. അതും BS6 ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് അതിൻ്റെ ECM പ്രശ്നങ്ങൾ, ത്രോട്ടിൽ ബോഡി വിഷയങ്ങളൊക്കെ വല്ലാതെ വരുന്നതുകൊണ്ട് അതിന് എടുക്കാനൊരു ഭയമാണ്, പേടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയമുള്ള വണ്ടിയിലേക്ക് പോകുന്നു. ഭയമുള്ള വണ്ടിയിലേക്ക് പോകുമ്പോഴുള്ള വിഷയം ഡിസ്ക് ബ്രേക്ക്, ബ്രേക്കിങ്ങിൻ്റെ ഫ്രണ്ടിൽ ബ്രേക്കിങ്ങിൻ്റെ ഒരു വിഷയം, അതുപോലെ സെൽഫ് സ്റ്റാർട്ട്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് നമുക്ക് ഇതിന് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാരണം സ്റ്റാൻഡേർഡ് സെൽഫ് സ്റ്റാർട്ട് ഫിറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഡിസ്ക് ബ്രേക്കും എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീസ്റ്റോർ കഴിഞ്ഞാൽ വെർത്താണോ വെച്ചാൽ, റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം രീതിയിൽ ഒരു വണ്ടി UC വണ്ടി റീസ്റ്റോർ ചെയ്യാൻ 25,000 ചിലവ് വരും നമുക്ക്. അതായത് അയച്ചിട്ട് റീപെയിൻറ്റ് ചെയ്ത്, അതായത് നിക്കിങ് പെയിൻറ്റിങ് ചെയ്തതായിട്ട് പിന്നെ 8 ബോൾട്ടുകൾ റീപ്ലേറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് 25,000, 27,000, 30,000 ഇടയിലേക്ക് വരും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി. പക്ഷെ ആ റേഞ്ചിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ബുള്ളറ്റ് എന്ന വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ എൻഫീൽഡിൻ്റെ പഞ്ചാണ് കിട്ടേണ്ടത്. ആ പഞ്ച് കിട്ടുന്ന CNG പഞ്ച് ലാസ്റ്റ് വന്നിട്ടുള്ളത്. അതിന് ഫോളോ ആയിട്ട് വന്നിട്ടുള്ള UC എഞ്ചിൻ, യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ, ഗിയർ ബോക്സ് ഒന്നിച്ചിട്ടുള്ള എഞ്ചിൻ, അതാണ് യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ എന്ന് പറഞ്ഞത്. അത് പഴയ വണ്ടി ഗിയർ ബോക്സ് വേറായിരുന്നു, ക്രാങ്ക് കേസ് വേറായിരുന്നു. ഇത് ക്രാങ്ക് കേസും ഗിയർ ബോക്സ് ഒക്കെ ഒന്നിച്ചായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഹൈഡ്രോളിക് ടാപ്പറ്റ് കൊടുത്തുകൊണ്ട് മാത്രമേ മാറ്റുള്ളൂ, ബാക്കി ടെക്നോളജി വൈസ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഓട്ടോ ഡീകംപ്രഷനും കൊടുത്തിട്ടുണ്ട്. ഡീകംപ്രഷൻ കേബിൾ ഇല്ലാതെ വർക്ക് ചെയ്യും. ഓട്ടോ ഡീകംപ്രഷൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ടാപ്പറ്റ് ഹൈഡ്രോളിക് ആക്കിയിട്ടുണ്ട്. ആ ഒരു മാറ്റം മാത്രമേ ശരിക്ക് പിന്നെ ടെക്നിക്കലി ഇതിൽ മാറ്റം വന്നിട്ടുള്ളൂ. അല്ല ബാക്കിയുള്ള ട്വിൻ സ്പാർക്ക് ആക്കിയിട്ട് സ്പാർക്ക് പ്ലഗ് കൊടുത്തിട്ടുണ്ട്. BS6 ആയിട്ട് സ്പാർക്ക് പ്ലഗ് സിംഗിൾ പ്ലഗിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. അപ്പോൾ അതാണ് ടെക്നിക്കലി ഇതിലുള്ള മാറ്റം എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എടുക്കുന്ന സമയത്ത് ബുള്ളറ്റ് ഓടിക്കുമ്പം ആ ഒരു എക്സോസ്റ്റ് നോട്ട് മാത്രമല്ല, എഞ്ചിൻ്റെ ഒരു തമ്പും കൂടെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ്, എഞ്ചിൻ്റെ ആ ഒരു ഓടിക്കുന്ന സമയത്തുണ്ടാണ് എഞ്ചിൻ്റെ ആ ഒരു പിന്നെ പഞ്ചൊക്കെ കിട്ടണമെങ്കിൽ ഒന്നുകിൽ UC എഞ്ചിൻ അല്ല CNG എഞ്ചിൻ തന്നെ വേണം. അതിപ്പോൾ ജെ സീരീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതെ, കാരണം റിഫൈൻഡ് എഞ്ചിനാണ്. എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഓൺലി എക്സോസ്റ്റ് നോട്ട് കുറച്ച് കിട്ടുന്നുണ്ട്. ബുള്ളറ്റിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമേ കിട്ടുന്നുള്ളത്. ആ ബുള്ളറ്റ് ആഗ്രഹിക്കുന്നവർ എന്തായാലും എടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് UC വണ്ടി എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും. അല്ല CI എഞ്ചിൻ അല്ലെങ്കിൽ UC ഇപ്പം നിലവിലും അത് വെർത്താണ് തന്നെ പറയാം. യാതൊരു പ്രശ്നങ്ങളും വരില്ല. സ്പെയർ പാർട്ട് സപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ യാതൊരു വിഷയം ഉണ്ടാകും, യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പിന്നെ മെയിൻ്റനൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും
വണ്ടി എടുത്തതിന് ശേഷം എന്തായാലും യൂസ്ഡ് വണ്ടി നമ്മൾ എടുത്തതിന് ശേഷം എന്ത് തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു സർവീസ് ജനറലായിട്ട് സർവീസ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഒരു കസ്റ്റമർ ഏത് രീതിയിലാണ് വണ്ടി ഉപയോഗിച്ചതെന്ന് അത് ഓയിൽ മാറ്റി എന്നൊക്കെ അവർ പറയും. ഓയിൽ മാറ്റിയിട്ടുണ്ടോ, അത് കുറച്ചൊക്കെ കൂടി മാറ്റിയാൽ മതി, അതല്ലെങ്കിൽ കുറച്ച് കൂടി ഓടാണ്ടെന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. നിങ്ങൾ വണ്ടി എഞ്ചിൻ കറക്റ്റ് എല്ലാം ഒന്ന് സർവീസ് ചെയ്തതിന് ശേഷം സ്പാർക്ക് പ്ലഗ്, എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അതേമാതിരി പിന്നെ കേബിൾസ് കംപ്ലീറ്റ് മാറ്റിയെടുക്കുക. കാരണം നിങ്ങൾ ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ വഴി കൊടുങ്ങാൻ കേബിൾസ് മാറ്റിയെടുക്കുക. ബ്രേക്ക് ഷൂ, ലൈനർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് സർവീസ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളൊരു ഷെഡ്യൂൾ ചെയ്ത് പോകുക കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും മറ്റൊരു ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ചെയ്തിട്ടുണ്ടെന്ന ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ വണ്ടി കൊണ്ടെടുക്കരുത്, വഴി കൊടുക്കും. അതാണ് ഒരുപാട് പേരുടെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് വണ്ടി ഒരു ഫെഡപ്പ് തോന്നാൻ, ഒരു മടുപ്പ് തോന്നാൻ കാരണം വരും. പെട്ടെന്ന് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വൈകുന്നു കടന്നു കഴിഞ്ഞാൽ വണ്ടിയോട് ചടപ്പ് തോന്നും. അത് വണ്ടിനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കെയറിങ്ങിൻ്റെ പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യമാണ് ലോങ് ട്രിപ്പിന് പറ്റിയ വണ്ടി ഏതാണെന്നുള്ളത്. റോയൽ എൻഫീൽഡ് ഇപ്പോൾ യൂസ്ഡ് വണ്ടിയിൽ ലോങ് ട്രിപ്പിന് പറ്റിയ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന വണ്ടി ഒന്ന് സ്റ്റാൻഡേർഡ് തന്നെയാണ്, പക്ഷേ തണ്ടർബേർഡാണ്. ലോങ് ട്രിപ്പിന് വണ്ടി ഏതാണെന്ന് വെച്ച് വണ്ടി ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ടും വരെ തണ്ടർബേർഡ് തന്നെ പറയുള്ളൂ. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ആക്സിലേഷൻ കൊടുത്ത് അത് ടെൻഷൻ ഫ്രീ, ടെൻഷൻ ഫ്രീ എന്നല്ല, ഹെൽത്ത് പരമായിട്ട് അതായത് ഷോൾഡർ പെയിനോ ജോയിന്റ് പെയിനോ ഒന്നും ഇല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും തണ്ടർബേർഡ് തന്നെയാണ്. അതിനായിട്ട് ഇറക്കിയ വണ്ടിയാണ് തണ്ടർബേർഡ്. അതും തണ്ടർബേർഡ് എക്സ് അല്ല, അതിന് മുന്നേ വരുന്ന തണ്ടർബേർഡുകളാണ് ശരിക്കും ആ ഒരു ക്രൂസിങ് മികവുള്ള വണ്ടി എന്ന് പറയാം. ലോങ് റൈഡിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പർപ്പസ് എന്താണെന്ന് നോക്കുക. ലോങ് ഒരു 10, 50, 60 കിലോമീറ്റർ ഡെയിലി റണ്ണിങ്ങിൻ്റെ തണ്ടർബേർഡായിക്ക് വന്നാൽ അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തണ്ടർബേർഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ സീറ്റ് കപ്പാസിറ്റി, ബാക്ക് പില്ലൻ സീറ്റിന് വരെ നല്ലൊരു സപ്പോർട്ട് തണ്ടർബേർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു മടുപ്പുകാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്റ്റാൻഡേർഡിന് ആ ഒരു സപ്പോർട്ടില്ല. പക്ഷേ സ്റ്റാൻഡേർഡിന് സപ്പോർട്ട് കുറച്ചൊരു ഹാർഡ് ഫോം ആണെങ്കിലും ക്ലാസിക്കിനേക്കാളോ കുറച്ചൊന്ന് ബാക്കിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി സ്റ്റാൻഡേർഡ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. കുറച്ച് ഫ്രണ്ട് സീറ്റ് ആണെങ്കിൽ ബാക്ക് സീറ്റ് ആണെങ്കിൽ കുറച്ചൊരു കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ തണ്ടർബേർഡ് തന്നെയല്ല, സ്റ്റാൻഡേർഡ് തന്നെയാണ്. പിന്നെ BS4 പിന്നെ നോൺ ABS വണ്ടി എടുക്കണോ ABS വണ്ടി എടുക്കണമെന്നുള്ളതാണ്. ABS വണ്ടി എടുത്തു കഴിഞ്ഞാലും നോൺ ABS വണ്ടി എടുത്തു കഴിഞ്ഞാലും നോൺ ABS വണ്ടി നിങ്ങൾ ഒരിക്കലും പിന്നെ മാർക്കറ്റിൽ ചില ആളുകൾ വില കൂട്ടി കൊടുക്കുന്നുണ്ട് നോൺ ABS വണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ABS നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ABS വർക്ക് ചെയ്യുന്നില്ല, എങ്കിൽ ഫംഗ്ഷൻ ആവുന്നില്ല, അതിൻ്റെ അർത്ഥം ബ്രേക്ക് പോയി എന്നുള്ളതല്ല, ABS വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ABS ഇല്ലാത്ത വണ്ടി വലിയ വില കൊടുത്ത് വാങ്ങുകയും ABS ഉള്ള വണ്ടി ABSന്റെ മോഡുലേറ്റർ കംപ്ലൈൻറ്റ് ആവുമെന്ന് പേടിച്ചിട്ട്, ഇല്ല കംപ്ലൈൻറ്റ് വന്നാൽ വലിയ ചിലവാകുമെന്ന് പേടിച്ചിട്ട് ABS ഇല്ലാത്ത വണ്ടി വലിയ വില കൊടുത്ത് വാങ്ങുക. ABS ഉള്ള വണ്ടി കുറച്ച് വില കുറവാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ABS ഉള്ള വണ്ടി തന്നെ എടുക്കുക. ABSന്റെ മോഡുലേറ്റർ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഡിസ്ക് ബ്രേക്ക് വർക്കാവും, അതിന് യാതൊരു പ്രശ്നവുമില്ല. എങ്കിൽ വീണ്ടും ABS വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെൻസർ പോയതായിരിക്കാം, അല്ലെങ്കിൽ മോഡുലേറ്റർ പോയാലെങ്കിൽ വേണമെന്ന ഭാവിയിൽ രണ്ടാമത് ശരിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ സാധാ വണ്ടിക്ക് ABS നമ്മൾ ഫംഗ്ഷൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഫിറ്റ് ചെയ്ത് കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് ABS ഉള്ള വണ്ടി വലിയ വില കൊടുത്ത് വാങ്ങണ്ട, ABS ഇല്ലാത്ത വണ്ടി വലിയ വില കൊടുത്ത് വാങ്ങണ്ട, ABS ഉള്ള വണ്ടി നോക്കിയെടുക്കാം. അതിന് യാതൊരു പ്രശ്നമില്ല. ABS പോയി ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെ BS6 വണ്ടി ഫ്യൂൽ ഇഞ്ചക്ടറാണ്. അതേമാതിരി അതിൻ്റെ മെയിൻ പ്രശ്നം വാട്ടർ സർവീസ് തന്നെയാണ്. അത് സംശയമായി പ്രഷർ വാഷ് ചെയ്ത് വണ്ടി ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ECM കംപ്ലൈൻ്റ് ആവുന്നത്. BS6 വണ്ടി വിത്ത് ABS, പിന്നെ ECM ടോട്ടൽ ബോഡി സെപ്പറേറ്റ് വരുന്നുണ്ട്, ECMൻ്റെ ടോട്ടൽ ബോഡിൻ്റെ മുകളിൽ വരുന്നുണ്ട്, രണ്ട് രീതിയിൽ വരുന്നുണ്ട്. BS6 വണ്ടി കുറച്ചുകൂടെ നല്ല എനിക്ക് തോന്നുന്നു. BS6 ECMും ടോട്ടൽ ബോഡി സെപ്പറേറ്റുള്ള വണ്ടി നോക്കി വാങ്ങിക്കായിരിക്കും നന്നാവുക. രണ്ട് മോഡൽ വന്നിട്ടുണ്ട്. കാരണം രണ്ടിനും കൂടെ 8 രൂപ വരുള്ളൂ, മറ്റ് 10 സംതിങ് വരുന്നുണ്ട്. മാറ്റേണ്ടി വന്നാൽ രണ്ടും ഒന്നിച്ച് മാറ്റേണ്ടി വരും. പക്ഷേ ഇതൊന്നും കംപ്ലയിൻസ് ഞാൻ പറയില്ല. പിന്നെ ഇത് നമ്മുടെ വാട്ടർ സർവീസ് നമ്മളെ പിന്നെ കെയർലെസ് ആയിട്ടുള്ള യൂസേജ് കൊണ്ടും, നമ്മൾ കെയർലെസ് ആയിട്ടുള്ള യൂസ് ചെയ്തെന്ന് പറയാം. സെക്കൻഡ് മാർക്കറ്റിൽ ആഫ്റ്റർ മാർക്കറ്റിലല്ല, യൂസ്ഡ് മാർക്കറ്റിൽ ആ ഒരു വണ്ടീൻ്റെ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടി മറ്റുള്ളവർ എടുക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ കിട്ടുന്ന പണി കൊണ്ട വണ്ടിയെ വല്ലാതെ മടുപ്പുളവാക്കും. ഈ വണ്ടിക്ക് ഭയങ്കര കംപ്ലയിൻ്റ് ആണെന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് BS6 വണ്ടി നമ്മൾ സർവീസ് ചെയ്യുന്നതാണ്. അത് വളരെ കുറഞ്ഞ വണ്ടികൾക്ക് മാത്രമേ ഒരു വിഷയം കാണുന്നുള്ളൂ. അത് കെയർലെസ് ഉപയോഗിക്കുന്നവർക്ക് മാത്രം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വണ്ടി ഒന്ന് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, റീസ്റ്റോറേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എപ്പോൾ എടുക്കാൻ പറ്റിയ വണ്ടി BS3 അല്ല BS4 വണ്ടികൾ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് സെൽഫ് സ്റ്റാർട്ട് കയറ്റുക, ഡിസ്പ്ലേ കയറ്റുക, അത് നിങ്ങൾ വെർത്താണ്. 3 പൈസ കയറ്റി കഴിഞ്ഞാലും 10-15 വർഷങ്ങൾ സുഖമായിട്ട് ഉപയോഗിക്കുക. എല്ലാ സ്പെയർ സപ്പോർട്ടും ഉണ്ടാവും. റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ തമ്പും എല്ലാ പഞ്ചും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു പഞ്ചും കൂടെ റോയൽ എൻഫീൽഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. J സീരീസിൽ നമുക്ക് കിട്ടില്ല. അപ്പം J സീരീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അത് എത്രത്തോളം ലൈഫ് ലാസ്റ്റ് 60-70,000 കിലോമീറ്റർ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഓടി വണ്ടികളൊക്കെ ഉണ്ട്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. പിന്നെ എക്സോസ്റ്റ് വെച്ച് നോക്കുകയാണെന്ന്, സൈലൻസർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ക്ലാസിക്കിന് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടിയിൽ ക്ലാസിക്കിൻ്റെ സൈലൻസറാണ് ഇതിന് വെച്ചിരിക്കുന്നത്. ക്ലാസിക്കിൻ്റെ സൈലൻസർ ഒഴിവാക്കിയിട്ട് സ്റ്റാൻഡേർഡിന് സൈലൻസറിന് വെക്കാൻ നോക്കുക. BS4 ആണ് BS4, BS3 ആണ് BS3, ആ സൈലൻസറിന് വെക്കുക. അതേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ കാർബറേറ്ററുള്ള വണ്ടി എന്ന് പേടിക്കേണ്ട, കാർബറേറ്ററിനും ത്രോട്ടിൽ ബോഡിക്കും സെയിം പ്രൈസാണ് വരുന്നത് BS4 ആണെങ്കിൽ കേട്ടോ. ആ ഒരു കാര്യത്തിൽ പേടിച്ചിട്ട് BS6 ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നു, എന്ത് തന്നെ ആയാലും ലോങ് റൈഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ലോങ് റൈഡാണ് ഉദ്ദേശിച്ചാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഗോ ഫോർ തണ്ടർബേർഡ്. നല്ല മാർക്കറ്റിൽ നല്ല അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് തണ്ടർബേർഡ്. അല്ല രണ്ടും കൂടെ കുറച്ച് അത്യാവശ്യം ലോങ്ങും അത്യാവശ്യം സിറ്റി റൈഡൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ സ്റ്റാൻഡേർഡ് എടുക്കാം. സ്റ്റാൻഡേർഡിനെ പോരായ്മ സെൽഫ് സ്റ്റാർട്ട്, ഡിസ്ക് ബ്രേക്ക്, ഇത് രണ്ടുമാണ് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നുള്ളൂ. 100 സംതിങ് ആണ് ഡിസ്ക് ബ്രേക്കിന് ഫ്രണ്ടിന് കിറ്റിന് വരുന്നത്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ അതേമാതിരി സെൽഫ് സ്റ്റാർട്ട് സെറ്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 15,000 to 25,000 നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 15,000 മുതൽ 25,000 വരെ ചിലവർ മൊത്തം ചെയ്ത് വൃത്തിയിൽ ചെയ്യുമ്പോൾ 15 രൂപയ്ക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ കാര്യങ്ങൾ പറയാനുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.